ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ദരിദ്ര കുടുംബങ്ങളിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ ആജീവികയുടെ കീഴിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആജീവിക സ്കിൽ. ഗുണഭോക്താക്കൾക്ക് അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും അഭിരുചിക്കും ഉതകുന്ന പരിശീലനം നൽകി അവർക്ക് അർഹമായ തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പുവരുത്തും. ആജീവിക സ്കിൽ പദ്ധതിക്ക് കോഴിക്കോട് തുടക്കമായി. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്കു ശേഷം. മിൽമ പാൽ വില കുത്തനെ ഉയർന്നു. ലിറ്ററിന് 3 രൂപ വർധനവ്. പുതുക്കിയ നിരക്ക് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. ക്വാറി മേഖലയെ കുത്തകവൽക്കരിക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി. മലപ്പുറത്ത് മിനി ബസ് മറിഞ്ഞ് അപകടം കണ്ടുനിന്ന ആൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. വാർത്തകൾ വിശദമായി. മിൽമ പാൽ സംഭരണ വിൽപ്പന വിലകൾ ജൂലൈ 21 തിങ്കളാഴ്ച മുതൽ വർദ്ധിപ്പിക്കുമെന്ന് മിൽമ ചെയർമാൻ പി.ടി. ഗോപാലക്കുറുപ്പ്. ലിറ്ററിന് 3 രൂപയാണ് വർദ്ധിപ്പിക്കുന്നത്. വർദ്ധിപ്പിച്ച അധിക തുകയുടെ 80% ക്ഷീര കർഷകർക്ക് നൽകുമെന്നും ചെയർമാൻ പി.ടി. ഗോപാലക്കുറുപ്പ് പറഞ്ഞു. മിൽമ പാൽ വില ലിറ്ററിന് 3 രൂപയാണ് കൂട്ടിയത്. പുതുക്കിയ വില തിങ്കളാഴ്ച നിലവിൽ വരുമെന്ന് മിൽമ ചെയർമാൻ പി.ടി. ഗോപാലക്കുറുപ്പ് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വില വർദ്ധിപ്പിക്കണമെന്ന് 3 മേഖലാ യൂണിയനുകളുടെയും മിൽമയുടെയും എംഡിമാരുടെ കമ്മിറ്റി ശുപാർശ ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ലിറ്ററിന് 3 രൂപ വീതം വർദ്ധിപ്പിച്ചത്. ക്ഷീരകർഷകന് 2 രൂപ 40 പൈസ ലഭിക്കുമെന്നും മിൽമ പറഞ്ഞു. പാൽ വില 21 തീയതി മുതൽ, ജൂലൈ 21 തീയതി മുതൽ ലിറ്ററിന് 3 രൂപ വിൽപ്പന വില വർദ്ധിപ്പിക്കുന്നു. അതിൽ 2 രൂപ 40 പൈസ, അതായത് 80% ക്ഷീരകർഷകർക്ക് കൊടുക്കുന്നു. പുതുക്കിയ വിലയനുസരിച്ച് കൊഴുപ്പ് കുറഞ്ഞ മഞ്ഞ കവർ പാലിന് ലിറ്ററിന് 35 രൂപയാകും. നിലവിൽ 32 രൂപയാണ്. സമീകൃത കൊഴുപ്പുള്ള നീലക്കവർ പാലിന് 38 രൂപയാകും. കൊഴുപ്പുള്ള ജേഴ്സി പാലിന് 32 നിന്നും 35 രൂപയാകും. ഏറ്റവും കൊഴുപ്പ് കൂടിയ പച്ചക്കവറിന് 35 നിന്ന് 40 വർദ്ധിക്കും. ഇതോടൊപ്പം മിൽമയുടെ മറ്റു ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കും. മിൽമ സ്വയംഭരണ സ്ഥാപനമായതിനാൽ പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഹൈക്കോടതി 2011 ഉത്തരവിട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് ലിറ്ററിന് 5 രൂപ കൂട്ടിയത്. മലപ്പുറം വള്ളിക്കുന്നിൽ മിനി ബസ് മറിഞ്ഞ് 2 മരണം. അപകടം കണ്ടുനിന്ന ആൾ കുഴഞ്ഞു വീണു മരിച്ചു. പരപ്പനങ്ങാടി അലീമുൽ സ്കൂൾ അധ്യാപിക ചാലിയം സ്വദേശിനി മുബഷീറ, കടലുണ്ടി നഗരം കുഞ്ഞിവി, അരിയല്ലൂർ സത്യാനന്ദൻ എന്നിവരാണ് മരണപ്പെട്ടത്. ബസിന്റെ അമിത വേഗതയാണ് അപകട കാരണം. വ്യാഴാഴ്ച രാവിലെയാണ് സംഭവം. രാവിലെ 9:30ഓടെയാണ് വള്ളിക്കുന്ന് നേറ്റീവ് ബോർഡ് AUP സ്കൂളിന് സമീപത്ത് വെച്ച് ചാലിയത്തു നിന്നും പരപ്പനങ്ങാടിയിലേക്ക് പോകുകയായിരുന്ന മിനി ബസ് ബാലൻസ് റോഡ് പൊട്ടി മറിഞ്ഞത്. ബസ്സിൽ ആവശ്യത്തിൽ കൂടുതൽ ആളുകളുണ്ടായിരുന്നുവെന്നും വേഗത കൂടുതലായിരുന്നുവെന്നും അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വിദ്യാർത്ഥി പ്രതികരിച്ചു. ബസ് കുറഞ്ഞ സ്പീഡ് ഉണ്ട്, ആള് ഓവറായിരുന്നു, ഫുള്ള് സ്ക്രൂട്ടിയിലായിരുന്നു. ഒരു ശബ്ദം കേട്ടപ്പോ ബസ് മറിഞ്ഞു എഴുതി പോയോട്ടുന്നില്ല. അപകടത്തിൽ 2 പേർ തൽക്ഷണം മരിച്ചു. കടലുണ്ടി നഗരം സ്വദേശി മൊയ്തീന്റെ ഭാര്യ കുഞ്ഞീവി, പരപ്പനങ്ങാടി തലീമുൽ സ്കൂളിലെ അധ്യാപിക തബ്ഷീറ എന്നിവരാണ് മരിച്ചത്. അപകടത്തിന് ദൃക്സാക്ഷിയായ വള്ളിക്കുന്ന് സ്വദേശി സത്യാനന്ദൻ അപകടം നേരിൽ കണ്ടതിന്റെ ഷോക്കിൽ ഹൃദയാഘാതം വന്ന് മരിച്ചു. കോൺഗ്രസ് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം മെമ്പറാണ് സത്യാനന്ദൻ. 30 പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റിട്ടുള്ളത്. പരിക്കേറ്റവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും
തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലും പരപ്പനങ്ങാടി AKG ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നിഖിലീശ്വർ, മലപ്പുറം. ആജീവിക സ്കിൽ പദ്ധതിക്ക് ജില്ലയിൽ തുടക്കമായി. കുടുംബശ്രീയും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല നിർവഹിച്ചു. ദരിദ്ര കുടുംബങ്ങളിലെ യുവതി യുവാക്കൾക്ക് വേണ്ടി ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ ആജീവികയുടെ കീഴിൽ കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ആജീവിക സ്കിൽ. കുടുംബശ്രീയും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും സംയുക്തമായി സംഘടിപ്പിച്ച ആജീവിക സ്കിൽസ് പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ശില്പശാലയും കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജോലി കിട്ടുക എന്നുള്ളത് നമുക്ക് ഇപ്പൊ വിദ്യാഭ്യാസം നേടുമ്പോൾ കുട്ടികളാണെങ്കിൽ ഇപ്പൊ മെഡിസിനും എഞ്ചിനീയറിംഗിനും വലിയ രീതിയിലുള്ള സീറ്റുകൾ കിട്ടാത്ത ഒരു പ്രയാസത്തിലേക്ക് പോകും. രക്ഷിതാക്കൾ ഏറ്റവും കുറഞ്ഞ വരുമാനം കുറഞ്ഞ വീടുകളിലാണെങ്കിലും കുട്ടികൾക്ക് അവിടെയുള്ള കുട്ടികളുടെ ആഗ്രഹവും രക്ഷിതാക്കളുടെ ആഗ്രഹവും വലുതാണ്. പക്ഷേ ഇതല്ലാത്ത കുട്ടികൾ ഒരുപാടുണ്ട് എന്നതാണ് ഇതിന്റെ ഇടയിലുള്ളത്. മറ്റു വിദ്യാഭ്യാസം കൊടുത്തും പിന്നെ വിദ്യാഭ്യാസം ഇല്ലാതെ മറ്റു ജോലിക്ക് പോകുന്ന കുട്ടികളും ഒരുപാടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ മേഖലയിലുള്ള കുട്ടികൾക്ക് ഇതേപോലെ സ്കിൽ കൊടുക്കുകയും അതിനനുസരിച്ചുള്ള ജോലി കിട്ടുകയും അതേ അനുസരിച്ചുള്ള വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് നമ്മുടെ ശാക്തീകരണം നന്നായിട്ട് നടക്കുന്നുള്ളൂ എന്നുള്ളത്. കലക്ടർ CA ലത അധ്യക്ഷം വഹിച്ചു. സ്കിൽസ് കുടുംബശ്രീ സ്റ്റേറ്റ് കൺസൾട്ടന്റ് ദാസ് വിൻസെന്റ് പദ്ധതി വിശദീകരിച്ചു. ജില്ലാ ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ പ്രസിഡന്റ് നൊച്ചാട് കുഞ്ഞബ്ദുള്ള, ജില്ലാ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ M ഭാസ്കരൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രൊജക്ട് ഡയറക്ടർ KM ശശിധരൻ, TT വത്സൻ, S സുരേഷ് കുമാർ, കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ KK മുഹമ്മദ് ഫൈസൽ എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് കുടുംബശ്രീ NRO സാധ്യതകളെ സംബന്ധിച്ച് കുടുംബശ്രീ NRO ചീഫ് ഓപ്പറേറ്റീവ് ഓഫീസർ ലിബി T ജോൺസണും ഗ്രാമപഞ്ചായത്ത് അസോസിയേഷനും പഞ്ചായത്ത് ശാക്തീകരണവും എന്ന വിഷയത്തിൽ പഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ബിജു താന്നിക്കാംകുഴിയും ക്ലാസുകളെടുത്തു. കോഴിക്കോട് കോർപ്പറേഷൻ CDSനെ മോശമായി ചിത്രീകരിക്കാനുള്ള ചില കേന്ദ്രങ്ങളുടെ നീക്കം ആസൂത്രിതമാണെന്ന് CDS സാരഥികൾ. കുടുംബശ്രീ മന്ത്രി ഡോക്ടർ MK മുനീർ കൊണ്ടുവരുന്ന നൂതന പദ്ധതികളെ തുരങ്കം വയ്ക്കാനുള്ള ശ്രമം ഇതിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കണമെന്നും അവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കുടുംബശ്രീ CDSന്റെ എല്ലാ പ്രവർത്തനങ്ങളും സുതാര്യവും നടപടിക്രമം പാലിച്ചിട്ടുള്ളതുമാണ്. ആരോപണം ഉന്നയിച്ച വിഷയങ്ങളെക്കുറിച്ച് തുറന്ന സംവാദത്തിന് CDS തയ്യാറാണ്. ഫയൽ പഠിക്കാതെയാണ് മുഴുവൻ ആരോപണങ്ങളും ഉന്നയിച്ചിരിക്കുന്നത്. കുടുംബശ്രീ സംവിധാനം, SJS, RY സ്കീം, സബ്സിഡി മാനദണ്ഡം എന്നിവയെക്കുറിച്ചുള്ള അജ്ഞത ഇവരുടെ പ്രസ്താവനയിലെ വൈരുദ്ധ്യങ്ങളിലൂടെ പ്രകടമാണെന്നും CDS സാരഥികൾ പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നോഡൽ ഏജൻസി കൂടിയായിട്ടുള്ള കുടുംബശ്രീയെ കേവലം ഒരു സ്വകാര്യ ഏജൻസിയായിട്ടാണ് ഇവരുടെ പ്രസ്താവന വിശേഷിപ്പിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി ഇനിയെങ്കിലും തിരുത്താൻ തയ്യാറാകണം. ഈ ഷോപ്പ് അനുവദിച്ചതിലെ എല്ലാ നടപടിക്രമങ്ങളും CDS ഭരണസമിതിയുടെയും ക്ഷേമകാര്യ കമ്മിറ്റിയുടെയും കൌൺസിലിന്റെയും അറിവോടും അംഗീകാരത്തോടും കൂടിയാണെന്നും CDS സാരഥികൾ വ്യക്തമാക്കി. നമ്മളെ സംബന്ധിച്ചോളം ഈ പദ്ധതിയെ സംബന്ധിച്ചോളം യാതൊന്നും നമ്മളെ സംബന്ധിച്ചോളം മറച്ചു വെക്കാനില്ല. എല്ലാം കൌൺസിലിന്റെ തീരുമാനത്തോടുകൂടി നടപ്പാക്കിയിട്ടുള്ളതാണ്. എന്താണ് ഇതിൽ അഴിമതി എന്നത് വ്യക്തമാക്കണം. ഒരു സ്പെസിഫൈ ചെയ്ത് പറയാതെ ഒരൊറ്റ വാചകത്തിൽ ഇതിലെല്ലാം അഴിമതി നടന്നു എന്ന് പറയുന്നതിൽ വളരെ സങ്കടകരമാണ്. കുടുംബശ്രീ CDS ഡ്രഗ് ബാങ്ക് പോലെ ആവിഷ്കരിച്ച മറ്റൊരു ജനകീയ പദ്ധതിയാണ് ഡ്രസ് ബാങ്ക്. അഗതികളെയും തെരുവ് യാചകരെയും ലക്ഷ്യം വെച്ച് നടപ്പാക്കിയ ഈ പദ്ധതിയിലേക്ക് വസ്ത്രമായല്ലാതെ യാതൊരു തുകയും സ്വീകരിക്കുന്നില്ലെന്നിരിക്കെ ഇതിലെ അഴിമതിയും എന്തെന്ന് വ്യക്തമാക്കണം. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് കുടുംബശ്രീയുടെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താനുള്ള ഏതു ശ്രമത്തെയും അതിശക്തമായി ചെറുത്തു തോൽപ്പിക്കുമെന്നും CDS ചെയർപേഴ്സൺമാരായ PP ഷീജ വിനോദ്, K ബീന, പ്രൊജക്ട് ഓഫീസർ റംസി ഇസ്മായിൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കർക്കിടക ചികിത്സകളെപ്പറ്റിയും മഴക്കാല ജീവിത രീതികളെപ്പറ്റിയും ബോധവൽക്കരണവുമായി ഭാരതീയ ചികിത്സാ വകുപ്പും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും KMCT ആയുർവേദ കോളേജും ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ആരോഗ്യ ബോധവൽക്കരണ പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കർക്കിടക പിറവിയുടെ ഭാഗമായി ഭാരതീയ ചികിത്സാ വകുപ്പും ആയുർവേദ മെഡിക്കൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യയും മണാശ്ശേരി KMCT ആയുർവേദ കോളേജും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഈ മേഖലയിലുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം തന്നെ അറിയാം. കർക്കിടം വരാൻ വേണ്ടി കാത്തിരിക്കുന്ന വ്യവസായികളുണ്ട് നമ്മുടെ നാട്ടിൽ. കർക്കിടം വന്നു കഴിഞ്ഞാൽ വലിയ ബിസിനസ്സാക്കി മാറ്റുന്ന ഒരുപാട് മരുന്നുകൾ
ശരിക്കും പാക്കറ്റിൽ വരുന്ന മരുന്നുകൾ കഷായം വെച്ച് കുടിക്കാൻ വേണ്ടി നമ്മളോട് പറയുമ്പോൾ അതെന്താണ് എന്ന് പോലും നോക്കാതെ വാങ്ങി കഞ്ഞി വെച്ച് കുടിക്കുന്നവരാണ് നമ്മളെല്ലാം, ഒരുപാട് ആളുകൾ. ജില്ലാ ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സാലി, AMAI കാലിക്കറ്റ് പ്രസിഡന്റ് ഡോക്ടർ വേണുഗോപാൽ, KMCT ആയുർവേദ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ST ചാന്ദിനി, പ്രവീൺ എന്നിവർ സംബന്ധിച്ചു. പൊതുജനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കുമായി കർക്കിടക ചികിത്സ, മഴക്കാല പകർച്ചവ്യാധികൾ, ഗൃഹൌഷധികൾ, ജീവിതശൈലി രോഗങ്ങൾ എന്നിവയെ സംബന്ധിച്ച് വിദഗ്ധർ ക്ലാസുകളെടുത്തു. ആരോഗ്യവും ആയുർവേദവും എന്ന വിഷയത്തെ അധികരിച്ച് ജില്ലയിലെ 8, 9, 10 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി പ്രശ്നോത്തരി മത്സരവും നടന്നു. ഔഷധ സസ്യങ്ങളെയും ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെയും കുറിച്ചുള്ള പ്രദർശനം, ഔഷധ കാപ്പി വിതരണം, ലഘുലേഖകളുടെ വിതരണം എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം SG ഇലക്ട്രോണിക്ക. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. SG ഇലക്ട്രോണിക്ക. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. SG ഇലക്ട്രോണിക്ക. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം, തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. ക്വാറി മേഖലയെ കുത്തകവൽക്കരിക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി. നളന്ദ ഓഡിറ്റോറിയത്തിൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജനറൽ ബോഡി യോഗത്തിലാണ് തീരുമാനം. മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ജനറൽ ബോഡി യോഗം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. യോഗത്തിൽ ക്വാറി മേഖലയെ കുത്തകവൽക്കരിക്കാനുള്ള നീക്കം തടയണമെന്നാവശ്യപ്പെട്ട് കമ്മിറ്റി പ്രമേയവും പാസാക്കി. കമ്മിറ്റി ചെയർമാൻ PC അബ്ദുൽ കരീമിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ ഒരു ചടങ്ങ് ചെയ്തേക്കുന്നത് പോലെ തന്നെ സെക്രട്ടേറിയറ്റിലും ചില ഉദ്യോഗസ്ഥന്മാർ ആ സമയത്ത് മാത്രം താൽക്കാലിക പരിഹാരമാകുമ്പോൾ അവരും അവിടെ. ജനറൽ കൺവീനർ MK ബാബു, CK അലി മൊയ്തീൻ, ബാബു താമരശ്ശേരി, മുക്കം മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ഷോർട്ട് ടേം പെർമിറ്റ് പ്രകാരം 5ഓളം വകുപ്പുകളുടെ അനുമതിയോടെ പ്രവർത്തിച്ചുവരുന്ന ചെറുകിട ക്വാറി മേഖലയെ തകർത്തുകൊണ്ട് വൻകിട ഖനന ലോബികളുടെ കടന്നുവരവ് എന്ത് വില കൊടുത്തും തടയുമെന്നും പരിസ്ഥിതി അനുമതിയുടെ പേര് പറഞ്ഞ് പരമ്പരാഗത തൊഴിൽ മേഖലയെ അടച്ചുപൂട്ടി കുത്തവകാശം കൈക്കലാക്കാനുള്ള അവരുടെ ലക്ഷ്യം നടപ്പാക്കില്ലെന്നും ഇതിനെതിരെ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാർക്കും മേധാവികൾക്കും കത്ത് നൽകാനും യോഗം തീരുമാനിച്ചു. കാർഷിക സംസ്കൃതിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് കലിയൻ വരവ് ആഘോഷം. മിഥുനമാസാവസാനത്തിലാണ് കർഷകർ കലിയൻ വേഷം കെട്ടി കോരിച്ചൊരിയുന്ന മഴയത്ത് ചെണ്ടമേളത്തോടുകൂടി ആർപ്പു വിളിച്ച് കലിയനെ വരവേൽക്കുന്നത്. കർക്കിടകത്തിന്റെ ദുരിതത്തിൽ നിന്ന് രക്ഷ തേടി കർഷകർ കാർഷിക മൂർത്തിയായ കലിയനെ വരവേറ്റു. മിഥുനമാസാവസാനത്തിൽ കലിയന് കൊടുക്കുന്നത് കർഷക ഗ്രാമങ്ങളിൽ ഇന്നും ആചാരമായി തുടരുകയാണ്.
കലിയ കലിയ എന്ന വിളികളുമായി കാർഷികോപകരണങ്ങളും തലയിലേന്തിയാണ് ഇവർ കലിയനെ വരവേൽക്കുന്നത്. പെരുവട്ടൂരിലും വിയ്യൂരിലും കലിയനെ ആവേശപൂർവ്വമാണ് വരവേറ്റത്. കലിയന്റെ വേഷം കെട്ടി ചെണ്ടയും ആർപ്പ് വിളികളോടെയും കൂടിയാണ് ആനയിച്ചത്. പെരുവട്ടൂർ സ്നേഹം സ്വയം സഹായ സംഘവും ഉജ്ജയിനിയും ചേർന്ന് കലിയൻ ആഘോഷം നടത്തി. വാഴത്തട കൊണ്ടും കാർഷിക ഉപകരണങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന രീതി, ആല, പശു, കാള ഇവയുടെ എല്ലാം തന്നെ ഉപയോഗം ഉണ്ടാക്കി വെച്ചിട്ട് ആരാധിക്കുന്ന രീതി ഉണ്ടായിരുന്നു. എന്തായാലും നമ്മുടെ കാർഷിക സംസ്കാരത്തിൽ വഴിമാറിപ്പോകുന്ന ഈ സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ആചാരങ്ങൾ വരുന്നത് കൃഷി സമൃദ്ധമാക്കാനുള്ള ഒരു വഴിയാണെന്ന് നമുക്ക് കാണാം. കൊളത്തൂർ ഫാമേഴ്സ് ക്ലബ്ബാണ് കൊളത്തൂരിൽ കലിയൻ വരവ് ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചത്. കാർഷിക സംസ്കൃതി നിലനിർത്താൻ നാടോടി വിജ്ഞാനീയത്തിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുകയാണ് തങ്ങളെന്ന് ക്ലബ്ബ് പ്രസിഡന്റ് പ്രേംനാഥ് മംഗലശ്ശേരി പറഞ്ഞു. ശൈലേഷ് കൊളത്തൂർ കലിയന് വേഷം പകർന്നു. നാട്ടുമാവിൻ തൈകൾ നൽകി കലിയൻ ഓരോ വീടും കയറിയിറങ്ങി. കുടുംബകൃഷി വർഷാചരണത്തിന്റെ ഭാഗമായി കർഷകർക്ക് പച്ചക്കറി വിത്തുകളും വിതരണം ചെയ്തു. നന്മണ്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഒ.പി. ശോഭന ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന് വാർഡ് മെമ്പർ വത്സല മാധവൻ, നെടുമ്പ്രശ്ശേരി സദാനന്ദൻ നായർ, സി വാസവൻ, കെ.എൻ. കൊട്ടാളി, എം. മോഹനൻ, ടി. സദാനന്ദൻ നായർ, ടി.എൻ. ശശി, പ്രേംനാഥ് മംഗലശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ഫാമേഴ്സ് ക്ലബ് പ്രവർത്തകർ ചക്കപ്പുഴുക്കും ഒരുക്കിയിരുന്നു. ദേശീയ ആസൂത്രണ കേന്ദ്രവും ജില്ലാ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതിയും സംയുക്തമായി പൊതുജനങ്ങൾക്കായി റോഡ് സുരക്ഷാ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. കോഴിക്കോട് ട്രാഫിക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി.കെ. രാജു ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങൾക്കായി കോഴിക്കോട് ദേശീയ ആസൂത്രണ ഗവേഷണ കേന്ദ്രവും ജില്ലാ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതിയും സംയുക്തമായി സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ പരിശീലന പരിപാടി ചാവറ കൾച്ചർ സെന്ററിലാണ് നടന്നത്. കോഴിക്കോട് ട്രാഫിക് അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ പി.കെ. രാജു പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു. അതിന് കഴിഞ്ഞ വർഷം മരണപ്പെട്ടത് 182 പേരാണ്. കഴിഞ്ഞ വർഷം ഈ സിറ്റിയിൽ മാത്രം മരണപ്പെട്ടത്. ഈ വർഷം ഇന്ന് രാവിലെ വരെ ഉള്ള അപകടം മൂലം മരണപ്പെട്ടത് 95 പേരാണ്. 6 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 95 പേര് നമ്മുടെ ഈ സിറ്റിയിൽ മാത്രം മരണപ്പെട്ടു കഴിഞ്ഞു. അനേകം പേര് കൈയില്ല, കാലില്ല, ഓർമ്മയില്ല, ഒക്കെ കിടക്കുകയാണ്. ഈ അവസരത്തിലാണ് ഇതുപോലെയുള്ള റോഡ് ഉപയോഗിക്കുന്ന എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് ദേശീയ ഗതാഗത ആസൂത്രണ ഗവേഷണ കേന്ദ്രം സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ ജി രവികുമാർ അധ്യക്ഷം വഹിച്ചു. കർമ്മ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സി ജനാർദ്ദനൻ, ചവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ ജോർജ് പൂഞ്ചയിൽ, ജില്ലാ ഉപഭോക്തൃ വിദ്യാഭ്യാസ സമിതി അംഗങ്ങളായ പി.ഐ. അജയൻ, പത്മനാഭൻ വേങ്ങേരി എന്നിവർ സംബന്ധിച്ചു. ഡോക്ടർമാരും അനുബന്ധ ജീവനക്കാരുമില്ലാതെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം അവതാളത്തിൽ. 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട അത്യാഹിത വിഭാഗത്തിന്റെയും അവസ്ഥ വ്യത്യസ്തമല്ല. ആവശ്യത്തിന് ഡോക്ടർമാരെ അനുവദിക്കാത്തതും ഉള്ള ഡോക്ടർമാർ അവധിയിൽ പോകുന്നതും കാരണം കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുകയാണ്. ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ എണ്ണം ആശുപത്രിയിൽ കൂടി വരുന്നു. 2500നും 3000നും ഇടയിലാണ് രോഗികൾ നിത്യേന ഒ.പി. വിഭാഗത്തിൽ എത്തുന്നത്. സർക്കാരിന്റെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് 34 ഡോക്ടർമാരുണ്ടെങ്കിലേ ആശുപത്രി സുഗമമായി പ്രവർത്തിപ്പിക്കാൻ കഴിയൂ. എന്നാൽ 19 പേരെയാണ് അനുവദിച്ചത്. അതിൽ തന്നെ 3 പേർ ഇപ്പോൾ അവധിയിലാണ്. ഒരാൾ സൂപ്രണ്ടിന്റെ ചുമതലകളിലായതിനാൽ രോഗികളെ പരിശോധിക്കാറുമില്ല. ബാക്കി വരുന്ന 15 ഡോക്ടർമാരെ വെച്ച് 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ട അത്യാഹിത വിഭാഗവും പ്രവർത്തിപ്പിക്കാൻ പാടുപെടുകയാണ്. ദേശീയപാതയോരത്തുള്ള ആശുപത്രിയായതിനാൽ അപകടങ്ങളിൽ പരിക്കേൽക്കുന്ന രോഗികളെ പരിശോധിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. കാലത്ത് തുടങ്ങുന്ന ഒ.പി. 1 മണിക്ക് അവസാനിച്ചാലും പിന്നീടെത്തുന്ന രോഗികൾ അത്യാഹിത വിഭാഗത്തെയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ ഡോക്ടർമാരുടെ അനുപാതത്തിനനുസരിച്ച് മറ്റ് ജീവനക്കാരുടെ എണ്ണത്തിലും കുറവുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. SC/ST ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം നളന്തയിൽ നടന്നു. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി യോഗം ഉദ്ഘാടനം ചെയ്തു. SC/ST ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ ജനറൽ ബോഡി യോഗം നളന്ത ഓഡിറ്റോറിയത്തിലാണ് സംഘടിപ്പിച്ചത്. SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാമദാസ് വേങ്ങേരി യോഗം ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട മിത്രങ്ങളോട് ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ ഒരിക്കലും നിങ്ങളെ ചൂഷണം ചെയ്യാനോ ചതിക്കാനോ വഞ്ചിക്കാനോ അല്ല. ഇതൊരു തുറന്ന പുസ്തകമാണ്. നിങ്ങൾക്ക് ആർക്കും നോക്കാം. ഇതിന് വ്യക്തമായ രേഖകളും കണക്കുകളും ബഹുമാനപ്പെട്ട സെക്രട്ടേറിയറ്റ് സൂക്ഷിച്ചിട്ടുണ്ട്. എല്ലാ രേഖകളും ഇവിടെ ഉണ്ട്. ഈ രേഖകളിലൊക്കെ തന്നെ ബന്ധപ്പെട്ട ആൾക്കാർ ഞങ്ങൾ ഇത്ര രൂപ വാങ്ങിയതും ഇത്ര രൂപ ചെലവായതുള്ള
കണക്കുകൾ ഞങ്ങൾ ബന്ധപ്പെട്ട സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും നമ്മൾ ഇത് സ്വതന്ത്രമായി സംഘടിക്കുന്നത് പല ആളുകൾക്കും കണ്ടുകൂടാത്തൊരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്ന എന്ത് തന്നെ ജീവൻ മരണ പോരാട്ടം നടത്തിയെങ്കിലും പട്ടികജാതി പട്ടികവർഗക്കാരന്റെ വായ്പകൾ എഴുതുന്നതിന് ഉള്ള ശക്തമായുള്ള നടപടികളുമായി നമ്മൾ മുന്നോട്ട് പോകും. ഒരടി പോലും ഇതിനു വേണ്ടി പിന്നോട്ട് മാറില്ല എന്ന് ഞാൻ എന്റെ സഹപ്രവർത്തകർ അറിയിക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറി ദാസ് കോഴഞ്ചേരി, ജയരാജ് മുക്കം, ചന്ദ്രിക അജേഷ്, VM നിഷ, മോനിഷ തുടങ്ങിയവർ സംസാരിച്ചു. പട്ടികജാതി കടാശ്വാസ കമ്മീഷനെ നിയമിക്കുക, 2013 വരെയുള്ള ബാങ്ക് വായ്പകൾ 5 ലക്ഷം രൂപ വരെ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഓഗസ്റ്റ് 1 KDC ബാങ്ക് പരിസരത്തേക്ക് മാർച്ച് സംഘടിപ്പിക്കാനും ഓഗസ്റ്റ് 19, 20 തീയതികളിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ 48 മണിക്കൂർ ഉപവാസം നടത്താനും യോഗം തീരുമാനിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. എനിക്ക് കാണണ്ടവനെ. ആഹ്ലാദം മുണ്ടുകൾ. ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം. SG ഇലക്ട്രോണിക്ക, കേരളത്തിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക് സമുച്ചയം. 12 ബ്രാൻഡഡ് കമ്പനി ഷോറൂമുകൾ ഒരു കുടക്കീഴിൽ. 666 രൂപ നൽകി LED TV സ്വന്തമാക്കുവാൻ സുവർണാവസരം. LG, സോണി, പാനസോണിക്, വോൾട്ടാസ്, ഗോദ്രേജ്, ഹയർ, ഷാർപ്പ്, ഫിലിപ്സ്, വേൾപൂൾ, IFB ബ്രാൻഡുകളുടെ എല്ലാ മോഡലുകളും. SG ഇലക്ട്രോണിക്ക, ഇലക്ട്രോണിക്സ് ജംഗ്ഷൻ നിയർ മലബാർ ക്രിസ്ത്യൻ കോളേജ്, വയനാട് റോഡ്, കോഴിക്കോട്. ഫോൺ 0495406201. കല്യാൺ സിൽക്സ് അവിശ്വസനീയ ആടി സെയിൽ. നേടൂ 10 മുതൽ 50% വരെ വിലക്കിഴിവ്. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. SGC മീഡിയ ക്ലബ് അസോസിയേഷന്റെയും കോളേജ് ഓഫ് ജേർണലിസം ആൻഡ് ന്യൂ മീഡിയയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദൃശ്യമാധ്യമ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ഗുരുവായൂരപ്പൻ കോളേജ് മാനേജർ രാമവർമ്മ പരിപാടി ഉദ്ഘാടനം ചെയ്തു. SGC മീഡിയ ക്ലബ് അസോസിയേഷന്റെയും തൊട്ടിൽപ്പാലം കോളേജ് ഓഫ് ജേർണലിസം ആൻഡ് ന്യൂ മീഡിയയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ത്രിദിന ദൃശ്യമാധ്യമ പരിശീലന പരിപാടി സംഘടിപ്പിച്ചത്. ഗുരുവായൂരപ്പൻ കോളേജ് സെമിനാർ ഹാളിൽ നടന്ന പരിപാടി ഗുരുവായൂരപ്പൻ കോളേജ് മാനേജർ രാമവർമ്മ ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ M. മാധവിക്കുട്ടി അധ്യക്ഷം വഹിച്ചു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി മുഖ്യാതിഥിയായി പങ്കെടുത്തു. രാജ്യത്തെമ്പാടും ഓരോ ദിവസവും വ്യത്യസ്തമായ ചാനലുകൾ, ന്യൂസ് ചാനലുകളും പ്രോഗ്രാം ചാനലുകളും അതേപോലെ എഡ്യൂക്കേഷൻ ചാനലുകളൊക്കെ നിരന്തരമായിട്ട് നിരന്തരമായിട്ട് പല ഭാഷകളിലും വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് മീഡിയ ഗ്രൂപ്പിന് വളരെയധികം പ്രസക്തിയുണ്ട് ചെയ്യുന്നത് ഇപ്പോൾ കോളേജ് ക്യാമ്പസുകളിൽ. കാരണം അത്രയും തൊഴിലവസരമുള്ള ഒരു മേഖലയായിട്ട് ഈ മീഡിയ ഇത് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഈ മീഡിയ രംഗത്ത് നമ്മുടെ റിപ്പോർട്ടിംഗ് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം എഡിറ്റിംഗ്, അതേപോലെ വീഡിയോഗ്രാഫി, ഗ്രാഫ് ഡിസൈനിങ്, അങ്ങനെ ഈ മീഡിയ രംഗത്ത് ഒരുപാട് തൊഴിലവസരങ്ങളുള്ള ഒരു കാലമാണ് ഇന്ന്. മുമ്പത്തെ M. സജീന്ദ്രൻ, ഡോക്ടർ M.K. രാമകൃഷ്ണൻ, പ്രദീപ് കുമാർ വർമ്മരാജ, മധു ജയേഷ് എന്നിവർ സംബന്ധിച്ചു. തുടർന്ന് ദൃശ്യഭാഷയെക്കുറിച്ച് തൊട്ടിൽപ്പാലം കോളേജ് ഓഫ് ജേർണലിസം ആൻഡ് ന്യൂ മീഡിയ കൺസൾട്ടന്റ് പ്രൊഫസർ K. ചന്ദ്രശേഖരൻ ക്ലാസ് എടുത്തു. ഗ്രാമീണ ജനതയുടെ പ്രധാന വിനിമയ ഉപാധിയായ തപാൽ മേഖലയെയും ജീവനക്കാരെയും സംരക്ഷിക്കാൻ എല്ലാവിധ പിന്തുണയും നൽകുമെന്ന് NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E. പ്രേംകുമാർ. GDS ജീവനക്കാരുടെ ജീവനപ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ച് കോഴിക്കോട് SSP ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തപാൽ ജീവനക്കാർ ധർണ നടത്തിയത്. തപാൽ മേഖലയിലെ ഗ്രാമീൺ ഡാക് സേവക് ജീവനക്കാരെ സിവിൽ സർവന്റായി അംഗീകരിക്കുക, GDS ജീവനക്കാരുടെ വേതന പരിഷ്കരണം 7ാം ശമ്പള കമ്മീഷന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുക, ഭരണഘടനാ വിരുദ്ധമായ GDS കണ്ടക്ട് ആൻഡ് എൻഗേജ്മെന്റ് നിയമനം 2011 റദ്ദാക്കുക, വെട്ടിക്കുറച്ച അലവൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. NFPE കോഴിക്കോട് വയനാട് ജില്ലാ ഡിവിഷന്റെ ആഭിമുഖ്യത്തിൽ കോഴിക്കോട് സീനിയർ പോസ്റ്റൽ സൂപ്രണ്ട് ഓഫീസിന് മുൻപിൽ നടന്ന ധർണ NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E. പ്രേംകുമാർ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യ രാജ്യത്ത് ഈ സംവിധാനം നിലനിന്നു കാണേണ്ടത്, ഈ പോസ്റ്റൽ സംവിധാനം നിലനിന്ന് കാണേണ്ടത് ഈ രാജ്യത്തെ സാധാരണക്കാരനെ സംബന്ധിച്ച് അനിവാര്യമാണ് എന്നുള്ളത് യാതൊരു തർക്കമറ്റ വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ
GDS ജീവനക്കാരെ രണ്ട് തരത്തിൽ, ഒന്ന് കേന്ദ്ര ഗവൺമെന്റ് ജീവനക്കാരായി അടിയന്തരമായി അംഗീകരിച്ചുകൊണ്ട് ഈ രാജ്യത്തെ പുതിയ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ അന്വേഷണ വിഷയങ്ങളിൽ ഇന്ത്യ രാജ്യത്തെ GDS ജീവനക്കാരുടെ പ്രശ്നങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകേണ്ടതുണ്ട് എന്ന ഈ ധർമ്മയുടെ ന്യായമായ അവകാശം വലിയ തോതിൽ ഈ രാജ്യത്താകെ പ്രചരിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾക്കാണ് നിങ്ങൾ രൂപം കൊടുത്തിട്ടുള്ളത്. ആ പ്രക്ഷോഭത്തിന്റെ എല്ലാ ഘട്ടത്തിലും കേരളത്തിലെ സകലമായ ജനങ്ങളുടെയും പിന്തുണ ഈ പ്രക്ഷോഭത്തിൽ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് ഇതിന്റെ ഭാഗമായി ഞാൻ നൽകാൻ ആഗ്രഹിക്കുകയാണ്. CK പ്രഭാകരൻ, KV ജയരാജൻ, P രമ, CK ഷിജീഷ് കുമാർ, TK ശിവദാസൻ, P ബാലകൃഷ്ണൻ, C ശിവദാസൻ, VS സുരേന്ദ്രൻ, KP മുരളീധരൻ എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലോഗോൺ www.jillavartagal.com. ക്ഷീര കർഷക കോൺഗ്രസ് കോഴിക്കോട് ജില്ലയിലെ ക്ഷീര കർഷകരെ സംഘടിപ്പിക്കുന്നതിനും മുൻകാല ക്ഷീര കർഷകരെ ആദരിക്കുന്നതിനുമായി ക്ഷീര കർഷക സംഗമവും ജില്ലാ കൺവെൻഷനും സംഘടിപ്പിക്കുന്നു. DCC ഓഫീസിൽ 19-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് K മുരളീധരൻ MLA സംഗമം ഉദ്ഘാടനം ചെയ്യും. ക്ഷീര കർഷകർക്കായി അന്നേ ദിവസം ക്ഷീര കർഷകർ പ്രതിസന്ധികളും നിർദ്ദേശങ്ങളും എന്ന വിഷയത്തിൽ ലേഖന മത്സരവും നടക്കും. മികച്ച ലേഖനങ്ങൾക്ക് കേശ് അവാർഡുകളും വിതരണം ചെയ്യും. എലത്തൂർ കാരന്നൂർ സർവീസ് സഹകരണ ബാങ്കിലെ സെക്രട്ടറിയായിരുന്ന ശ്രീനിവാസൻ അക്കൌണ്ടന്റായ നിർമ്മല സേവ്യറെ പീഡിപ്പിക്കുവാൻ ശ്രമിച്ചത് തടഞ്ഞതിന് ഗൂഢതന്ത്രം ഉപയോഗിച്ച് ബാങ്കിൽ നിന്നും പുറത്താക്കിയതായി പരാതി. പ്രമോഷനും കൂടിയ ശമ്പളവും നൽകാതെ പീഡിപ്പിച്ച സെക്രട്ടറിക്കും മറ്റ് അധികാരികൾക്കുമെതിരെ സ്ത്രീകളോടും കുട്ടികളോടും കാണിക്കുന്ന ക്രൂരതയ്ക്കെതിരെ കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്ന് പിന്നോക്ക സംഗമവേദി അധികാരികളോട് ആവശ്യപ്പെട്ടു. CWRDMൽ ശില്പശാല ഉദ്ഘാടനവും NABL അംഗീകാര സമർപ്പണവും ജൂലൈ 19-ന് നടക്കും. ഇതിന്റെ ഭാഗമായാണ് കുടിവെള്ള ഗുണനിലവാര രംഗത്തെ പ്രശ്നങ്ങളും പരിഹാര മാർഗങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ശില്പശാല നഗരകാര്യമന്ത്രി മഞ്ഞളാംകുഴി അലി ജൂലൈ 19-ന് രാവിലെ 11 മണിക്ക് CWRDMൽ ഉദ്ഘാടനം ചെയ്യുന്നത്. NABL അംഗീകാരം ഔപചാരികമായി സംസ്ഥാനത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് MK രാഘവൻ MP നിർവഹിക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മിൽമ പാൽ വില കുത്തനെ ഉയർന്നു. ലിറ്ററിന് 3 രൂപ വർധനവ്. പുതുക്കിയ നിരക്ക് തിങ്കളാഴ്ച മുതൽ പ്രാബല്യത്തിൽ. ക്വാറി മേഖലയെ കുത്തകവൽക്കരിക്കാനുള്ള നീക്കം എന്ത് വില കൊടുത്തും തടയുമെന്ന് മലബാർ മേഖല ചെറുകിട കരിങ്കൽ ക്വാറി ക്രഷർ കോർഡിനേഷൻ കമ്മിറ്റി. മലപ്പുറത്ത് മിനി ബസ് മറിഞ്ഞ് അപകടം കണ്ടുനിന്ന ആൾ ഉൾപ്പെടെ 3 പേർ മരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദി കിങ് ഓഫ് ഫുട്വെയർസ്. ആഹ്ലാദം മുണ്ടുകൾ, ഇനി ഓരോ വീട്ടിലും ആഹ്ലാദം.